എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ കാണാനാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10 വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട്. അപ്പോൾ അത്രയും സ്പെഷ്യൽ എൻ്റെ ഒരു ഡയറി എന്നൊക്കെ പറയാം. സത്യത്തിൽ ഈ വീഡിയോ ഞാൻ ഷോർട്സ് പോലെ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എടുത്തു വന്നപ്പോൾ കൊള്ളാമെന്നുള്ളതുകൊണ്ട് ഒരു മെമ്മറി പോലെ അതവിടെ കിടന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ആ ആൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പോണത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ വരുമോയെന്ന് പോലും അയാൾ പ്രതീക്ഷിച്ച് കാണത്തില്ല. അപ്പോൾ ആളാരാണെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അത്രയും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെന്താ ചൈനീസാ? ഹൊഷ് എന്നാ ഞാൻ ഹൊഷ് സവാട്ടിക്ക തായ്ലൻഡ്. ഇത് അവളെ റെസ്ക്യൂ ചെയ്ത കിളിയാണ്. പേര് കിങ്ങിണി. ഇവിടെ കാണാനല്ല നമ്മൾ വന്നത്, ഇവിടെ കാണാനാണ്. പിന്നെ എൻ്റെ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സംസാരവും യഥാർത്ഥ സംസാരമായിട്ട് അജഗജാന്തര വ്യത്യാസമുണ്ട്. ഞാൻ ശരിക്കും ഇത്ര സ്റ്റാൻഡേർഡിലൊന്നുമല്ല സംസാരിക്കുന്നത്, വളവളാന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. അതാണ് എനിക്കിഷ്ടം. ബർത്ത്ഡേയാ? എത്ര വയസ്സായി കുഞ്ഞാ നിനക്ക്? 32. 26. എനിക്കും 26. കണ്ടാ പറയില്ലെന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും പിന്നെ വ്ളോഗും ഒക്കെ എടുത്ത്, പിന്നെ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ അവൾ പോലും വിചാരിക്കാതെ ഒരു സർപ്രൈസ് ആയിട്ട് അവൾക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് ഒന്ന് കയ്യിൽ കൊടുക്കണം. പക്ഷേ അവൾക്ക് ഇടയ്ക്ക് തന്നെ ഏറെക്കുറെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തോ കൂടെ കുറേ നാൾ നടന്നുകൊണ്ടായിരിക്കും എൻ്റെ എല്ലാ കള്ളത്തരം അവൾക്ക് അറിയാം. എനിക്കറിയാം എന്തിനുള്ള പുറപ്പാടാ. ഇത് കണ്ടതിങ്ങനെ അതെന്താ തുറന്നിങ്ങനെ? ഞാൻ മുടി അടിച്ചിട്ടില്ലായിരുന്നു. എന്തോന്ന് ഇത് മടയക്ഷിയാ? അവളെ ഗിഫ്റ്റ് എന്നാ നോക്കാം. എന്നെ കൊത്തല്ലേ? പഞ്ഞി ചൂടുണ്ട് കേട്ടോ ശരീരം. എന്ന് കുളിച്ചില്ല, എപ്പോഴും കുളിക്കും. അപ്പൊ തണുപ്പോ? എന്നെ കൊത്ത് ഇത് നോക്കിങ്ങനെ ഇത് നോക്കിയില്ല. അല്ലല്ല മുന്നത്തെ പാകതോ കവറിലായിരിക്കും. മുന്നത്തെ പൊടിയായിരിക്കും. വീഴോ? പൊടി വീഴോ? പൊടിയില്ലെന്നാണ് എന്റെ നിഗമനം. പൊടിയില്ല. ഇത് ലാസ്റ്റ് ബർത്ത്ഡേയുടേതാണ്. ഇത് ഇപ്പോഴത്തെ ബർത്ത്ഡേയുടേതാണ്. ലാസ്റ്റ് അല്ല, ലാസ്റ്റത്തിന് മുന്നത്തെ ബർത്ത്ഡേ. അങ്ങനെ എനിക്ക് ഇപ്പൊ സാമ്പത്തികം വാങ്ങിക്കാം. എനിക്ക് അഖില കൊച്ചി കൊണ്ടുവന്നതാണ് ഈ ഒരു ടെഡി ഡാം ഡോക്കിൻ്റെ 2% കോജിക് ആസിഡുള്ള ഈ ഒരു നൈറ്റ് ക്രീമാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം ഡാസിലറിൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. വാവ്, ബ്യൂട്ടിഫുൾ അല്ലേ? നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹെയർ സ്ക്രഞ്ചീസ് ആണ്. നല്ല പേഴ്സൊക്കെ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. നമുക്ക് ഇട്ട് നോക്കാം. വാവ്, കനമുള്ള മുടിയായതുകൊണ്ട് വീങ്ങി വരും. എൻ്റെ ഉണ്ട് ഒരു സ്ക്രഞ്ചീസ്. വാവ്, കനമുള്ള മുടിയായതുകൊണ്ട് നമുക്ക് ഒറ്റ ഇത് ഇട്ടാൽ മതി. ഇതാ ഇങ്ങനെ 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 വന്നോളൂ. അപ്പോൾ ഇത്രയും സ്നേഹോപഹാരങ്ങൾ കൊണ്ടുവന്ന അഖിലയ്ക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. കടപ്പാടും സ്നേഹവും കടപ്പാടും. അങ്ങനെ കുറച്ച് ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മാസം ഇവളുടെ കല്യാണം വന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കുള്ളൊരു ട്രാൻസിഷൻ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി എടുക്കാനായിട്ട് ഇപ്പോഴേ ഒരു റീൽ പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ റെക്കോർഡൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഡാൻസ് ഞാൻ കാണിച്ചു തരാവേ. ഏകദേശം ഒരു 3-4 ടേക്ക് പോയിട്ട് അവസാനം ഫൈനലൈസ് ചെയ്ത വീഡിയോയാണ് ഇത്.
അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.